വോട്ടെടുപ്പിലേക്കുള്ള ദിവസം ഇങ്ങനെ കുറഞ്ഞു വരുന്തോറും പുതിയ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. UDF-ന് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നു, LDF-ന് PDP പിന്തുണ പ്രഖ്യാപിക്കുന്നു, ഹിന്ദു മഹാസഭയുടെ ഒരു വിഭാഗം പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇതിനൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി കൂടിയിട്ട് എന്തിലേക്കാണ് പോകുന്നത്? ഇവിടെ ഈ ജനങ്ങളെ പരാജയപ്പെടുത്താനാണല്ലോ ഇപ്പോൾ പുതിയ കൂട്ടുകെട്ടുകളും പുതിയ പാർട്ടികളും ഒക്കെ വരുന്നത്. അത് ഈ വോട്ട് ചെയ്യേണ്ടത് ഈ നിലമ്പൂരിലെ ജനങ്ങളല്ലേ. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും കന്യാകുമാരിയിൽ നിന്നും വലിയ വലിയ നേതാക്കന്മാർ വന്ന് ഇവിടെ വലിയ കാറിൽ നടന്നിട്ടും സ്ഥാനാർത്ഥിൻ്റെ പിന്നിൽ കാർ ഓടിച്ച് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. വോട്ട് ചെയ്യേണ്ട മനുഷ്യന്മാരായി നിൽക്കുന്നത് ഇവർക്കിതൊക്കെ അറിയും, അവരതിന് പ്രതികരിക്കും. എന്ത് നാടകം ഇവിടെ കളിച്ചിട്ടും കാര്യമില്ല. മനുഷ്യരുടെ നിത്യജീവിതം അപകടത്തിലായി. അവരുടെ നിലനിൽപ്പിൻ്റെ നിക്കക്കള്ളി എന്നറിയാം ഞങ്ങൾ ഈ നാടൻ പ്രദേശത്ത്. നിലനിൽപ്പിന് പകരം നിക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയിൽ ജനം നിൽക്കുമ്പോൾ അതിനെതിരെ, ആ പിണറായി സത്തിനെതിരെ, ഈ ഫോറസ്റ്റ് വിഷയങ്ങൾക്കെതിരെ, ഈ ഫോറസ്റ്റ് ബില്ല് അമെൻമെൻറ്റിനെതിരെ പോരാടി ജയിലിൽ പോയവൻ ആരാ എന്ന് ഈ നാട്ടിലറിയാം. ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജയിലിൽ പോകേണ്ടി വന്നത്. അതിൻ്റെ പ്രതികരണം ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രചരണ രംഗത്ത് സജീവമാണ്. അപ്പോൾ എങ്ങനെയുണ്ടൊരു പൾസ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ? പൾസ്, ആ മനുഷ്യരുടെ പൾസ് അറിയാം. ഞാൻ അന്ന് പറഞ്ഞല്ലോ 75,000 വോട്ട് ഞാൻ നേടുമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എഴുതി വെച്ചോ. ഇവിടെ UDF-ൻ്റെയും LDF-ൻ്റെയും സ്ഥാനാർത്ഥിക്ക് കിട്ടാൻ പോകുന്നത് 35,000-ൻ്റെയും 40,000-ൻ്റെയും അല്ലെങ്കിൽ 30,000-ൻ്റെയും 35,000-ൻ്റെ ഇടയ്ക്ക് വോട്ടാണ്. മനസ്സിലായോ? പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിച്ചാൽ CPM-ന് കിട്ടിയ വോട്ട് എത്ര? 29,900 വോട്ടാണ്. ബാക്കി വോട്ട് എവിടെ പോയി? 50,000 വോട്ട് ഇവിടെ ഫ്ലോട്ടിങ്ങാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ പാവപ്പെട്ട മനുഷ്യർ, പച്ചയായ മനുഷ്യരാണ്, നന്മയോടൊപ്പം നിൽക്കുന്നതാണ്. നന്മ കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയം. അതിവിടെ കാണുക. നന്മ ഈ പച്ച മനുഷ്യരുടെ, ഈ മലയോര മേഖലയിലെ മനുഷ്യരുടെ ആ പച്ച, എന്താ പറയുക, അവരുടെ നിഷ്കളങ്കത ഈ തെരഞ്ഞെടുപ്പ് കാണും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ഒരു CPM-BJP ബന്ധം ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇത്രയും ദിവസമായി ഒരു പ്രഡിക്ഷനിലേക്കൊക്കെ പോകാറായോ? ഒരു വിജയമൊക്കെ ഉറപ്പിച്ച് പോകുമ്പോൾ ഒരു ഇപ്പോൾ വന്ന ഞാൻ 9 കൊല്ലമായിട്ട് ഇവിടെ അല്ലേ, എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ വന്നവരൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നവരല്ലേ, ഉറപ്പിക്കുകയാണ്. ഒന്ന് എന്ത് സംശയം അതിലെന്താണ് ഈ മനുഷ്യരോട് ചോദിക്കുന്നത്? നിങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് PV അൻവർ ഉള്ളത്. ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ വലിയ അനുകൂലമായൊരു സാഹചര്യമുണ്ട്, വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ.